ഹലോ, ഞാൻ ഡോക്ടർ മുഹമ്മദ്, കൺസൾട്ടൻറ്റ് ഫിസിഷ്യൻ, മെഡിട്രിന ഹോസ്പിറ്റൽ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം റംസാൻ എത്തി. അപ്പോൾ എനിക്ക് ഒരു ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഒരു റംസാനിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. അപ്പോൾ എനിക്ക് നിങ്ങളോട് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, റംസാനിൽ നമ്മൾ മെയിനായിട്ട് 2 സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത്. ഒന്ന് സുഹർ, രാവിലത്തെ അത്താഴം, നമ്മൾ രാവിലെ നിസ്കാരത്തിന് മുന്നേയുള്ള ഭക്ഷണം. അപ്പോൾ ഈ മീലിനെ കുറിച്ച് എന്താണ് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ മീലാണ് നമ്മുടെ അന്നത്തെ ദിവസം, നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്ന ദിവസം, വൈകിട്ട് ഫാസ്റ്റിംഗ് ബ്രേക്ക് ആവുന്ന വരെ നമുക്ക് എനർജി തരേണ്ട മീല് ഈ രാവിലെ നമ്മൾ കഴിക്കുന്ന മീലാണ്. അപ്പോൾ ഈ മീൽ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യരുത്. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ചെറുതിലെ രാവിലെ എഴുന്നേറ്റ് കഴിക്കാനുള്ള മടി കാരണം രാത്രി നല്ലോണം കഴിച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് അങ്ങ് കിടക്കും വീണ്ടും. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ഈ രാവിലത്തെ ഈ മീൽ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത്. പിന്നെ എന്താ പറയേണ്ടത്, ഈ മീൽ എന്തൊക്കെയാണ് ഈ മീൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഈ മീൽ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതാണ് നമുക്ക് അന്നത്തെ ദിവസം ഫുള്ള് എനർജി തരേണ്ട മീൽ. അപ്പോൾ ഇത് എപ്പോഴും നമുക്ക് ഒരുപാട് നേരം എനർജി തരാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളൊരു എന്താന്ന് പറയുക, പ്രോട്ടീനും ഫൈബറും കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്. ഇപ്പോൾ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവാത്ത, അല്ലെങ്കിൽ അധികം നേരം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ. ഇപ്പോൾ ഓട്സ് ഇല്ലെങ്കിൽ റൊട്ടി, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. ഈ വൈറ്റ് റൈസ്, ചോറ്, ഇല്ലെങ്കിൽ അരി പലഹാരങ്ങൾ, ഇതൊക്കെ കൂടുതലും അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പിന്നെ അരി തന്നെ വേണം, ചോറ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ്, മട്ട അരി, അതിലുള്ള ചോറ് കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ പ്രോട്ടീൻ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. പ്രോട്ടീൻ എന്ന രീതിയിൽ നമുക്കിപ്പോൾ വല്ല ഫിഷോ ഇല്ല എഗ്ഗോ ചിക്കനോ പാലോ ഇതൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. ഫൈബർ എന്തെങ്കിലും വെജിറ്റബിൾസ്, ഇപ്പോൾ ക്യാരറ്റോ കുക്കുംബർ സാലഡോ അങ്ങനെ എന്തെങ്കിലും രാവിലെ അതും കൂടെ കഴിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, ഇഫ്താറിന് നമ്മൾ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്തും, പണ്ടൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മളൊരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരു സമൂസ, കട്ട്ലറ്റ് അങ്ങനെയൊക്കെ കുറെ കഴിച്ച് പിന്നെ ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10 മണിക്കായിരിക്കും നമ്മൾ നല്ലോണം ഹെവി ആയിട്ട് കഴിക്കുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ നോക്കുക. കാരണം നമ്മൾ ഈ രാത്രി ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷൻ ശരിയായിട്ട് നടക്കില്ല. രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും റെസ്റ്റ് കൊടുക്കേണ്ട സമയത്താണ്. അപ്പോൾ രാവിലെ നമ്മൾ ഭയങ്കര ഹെവി ആയിട്ട് കഴിച്ചാൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് റെസ്റ്റ് കൊടുക്കുന്നില്ല, അത് നല്ലോണം ഡൈജഷൻ നടക്കുന്നില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ, ഗ്യാസ്ട്രൈറ്റിസ്, വയറിരിച്ച്, നെഞ്ചിരിച്ചൽ, ഇതൊക്കെ വരാൻ നടക്കും. അപ്പൊ നമ്മൾ എന്താന്ന് പറഞ്ഞാൽ, രാവിലെ വൈകിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് തന്നെ ലൈറ്റായിട്ട് നോമ്പ് തുറത്തിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ ഏറ്റവും ഹെവി ആയിട്ട് നമ്മൾ ഏറ്റവും ഹെവി ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മീല് ആ ഒരു സമയത്ത് കഴിക്കുക. പിന്നെ മൂന്നാമത്തെ കാര്യം, ഈ നമ്മൾ സ്ഥിരമായിട്ട് ഹാർട്ടിന്റെ മരുന്നോ ഇല്ല പ്രഷർ, ഷുഗർ, കിഡ്നി മരുന്നുകളൊക്കെ കഴിക്കുന്നവരോടാണ്. നോമ്പ് ഉണ്ടെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാതിരിക്കുക എന്ന അർത്ഥമില്ല. നോമ്പിന്റെ സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. അത് പക്ഷെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എന്തൊക്കെ മരുന്നുകൾ, എന്തെങ്കിലും ഡോസിൽ വ്യത്യാസം വരുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഏതൊക്കെ സമയത്താണ് കഴിക്കേണ്ടത് എന്ന് ക്ലാരിഫൈ ചെയ്യുക. പ്രത്യേകിച്ച് ഇൻസുലിൻ എടുക്കുന്ന ഷുഗർ പേഷ്യന്റുകൾ, ഇൻസുലിന്റെ ഡോസിൽ ചിലപ്പോൾ ചെറുതായിട്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താം, ഇല്ല എടുക്കുന്ന സമയം ഏതാണെന്നൊക്കെ ഡോക്ടറെ കണ്ട് ക്ലാരിഫൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹെൽത്തി ഹാപ്പി റംസാൻ നേരുന്നു.